എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ള എവിടെ ബാവലി ചെക്ക് പോസ്റ്റിലാണുള്ളത്. അപ്പോൾ ഇന്നലെ വന്നപ്പോൾ ഇവിടെ വണ്ടികളൊന്നും അതില്ലായിരുന്നു. ഇപ്പോൾ ഇത് ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. രാവിലെ 10 മിനിറ്റ് കൊണ്ട് ഗേറ്റ് തുറക്കാൻ. ഇതുണ്ടോ എന്ത് വണ്ടികളാണെന്ന് നോക്കി. ഇന്നലെ വന്നപ്പോൾ 3-4 വണ്ടിയോ ഉണ്ടായിരുന്നു. അതെ, നമുക്ക് രാവിലെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് വരാം. ചായ കുടിച്ചേക്കാം. ചായക്കട തുറന്നിട്ടുണ്ടായിരിക്കും. തേക്കെന്തരി ഇഷ്ടം പോലെ പോകുന്നുണ്ട് ഇതിലെ. അതെ, ഇന്നലെ വന്നപ്പോൾ പറഞ്ഞത് രാവിലെ അധികം വണ്ടി കാണുകയായിരുന്നു. ഈ പാലത്തിനക്കരെ കർണാടക. അതെ. ഗേറ്റ് തുറക്കുന്ന കാത്ത് അക്ഷമരായിട്ട് ആൾക്കാർ നിൽക്കുക. തലശ്ശേരി ബാവലി റോഡ്. അപ്പം 5 മിനിറ്റ് കൂടെ ഉള്ളൂ പെട്ടെന്ന്. അപ്പോൾ അവിടെ പോയി ഒരു ടോക്കൺ എടുക്കണമെന്ന് പറഞ്ഞു. നമ്മുടെ വണ്ടി നമ്പറൊക്കെ എൻ്റർ ചെയ്തായിരിക്കും. അപ്പോൾ നമുക്ക് ടോക്കൺ എടുത്തേക്കാം. എടുക്കുന്ന കടുവയൊക്കെ നിൽപ്പുണ്ട്. അതെ. വെൽക്കം ടു നാഗർഹോള ടൈഗർ റിസർവ്. അപ്പോൾ ഇത് സമയം 6 മണിയായി. ഗേറ്റ് തുറക്കാൻ പോവാം. അപ്പോഴേ നമുക്കിനിയിപ്പം വണ്ടികളെല്ലാം പോകും. ചായ കുടിച്ചിട്ട് പോകാം അല്ലേ? ചായ കുടിച്ചിട്ട് പോകാം. പിന്നെ ലോഡുള്ള വണ്ടികളൊക്കെ അവിടെ എൻട്രി ചെയ്തൊക്കെ ആയിരിക്കും പോകേണ്ടത്. ഇപ്പോൾ ടോക്കൺ എടുക്കാൻ പറ്റില്ല കേട്ടോ. വണ്ടി വരുമ്പം ടോക്കൺ തരാമെന്ന് പറഞ്ഞു. കാലി വണ്ടിക്ക് ഒരു ടോക്കൺ കൊടുക്കണം ഇപ്പോൾ. അതെ. ഇവിടെ രാത്രി 6 മണിക്ക് ഈ ഗേറ്റ് അടയ്ക്കുന്നതാണ്. പിന്നെ രാവിലെ 6 മണിക്കേ തുറക്കുള്ളൂ. കറക്റ്റ് ഒരു വണ്ടി പോകാനുള്ള വീതിയുള്ളൂ ഈ പാലത്തിന്. രാവിലെ ഈ കാനനച്ചോലയിലൊന്ന് കുളിച്ചിട്ട് നീരാടിയായിട്ട് പോയായിരുന്നു. അപ്പോൾ കാറുകളെല്ലാം പോയി കഴിയുമ്പം ലോറികൾ പോകും. കാറുകളിലെ നേരെ എന്നെ കയറ്റിയിട്ടേക്കായിരുന്നു. ലോറികളൊന്നും പോയില്ല, പോകാൻ തുടങ്ങുന്നേ ഉള്ളൂ. തേക്കന്തടിയാണ് കൂടുതലും. തേക്കന്തടി വണ്ടികളാണ് കൂടുതലും. വേറെ ലോഡുകളൊക്കെ വളരെ കുറവായി വഴി പോകുന്നത്. അതിനുള്ള ഇവിടുന്ന് അധികം ലോഡാകുന്ന സ്ഥലമൊന്നും അല്ലല്ലോ. തടി വണ്ടികളാണ് കൂടുതലും. വണ്ടിക്കാരെല്ലാം കിടന്ന് ഉറങ്ങുക. അപ്പോൾ നമുക്ക് പോയി പോയേക്കാം. ഈ പാലം ചെറിയൊരു പാലമാണ്. ഇത്തിരി പഴക്കമുള്ള പാലമാണ്. വണ്ടിക്കാരൊക്കെ താഴെ ആറ്റിലിറങ്ങി കുളിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ സൈഡിലേക്ക് നിർത്തി. ഇവിടെ നിർത്തി ടോക്കൺ എടുത്താൽ മതിയല്ലേ. ഇവിടെ കർണാടകയുടെ RTO ചെക്ക് പോസ്റ്റ് ഇല്ല. കേരളത്തിൻ്റെ RTO ചെക്ക് പോസ്റ്റ് കുറച്ച് പുറകിലുണ്ടായിരുന്നു. അത് രാത്രിയിലില്ല. അപ്പോൾ ഇവിടെ ബില്ലൊക്കെ കൊടുത്ത് എൻട്രി ചെയ്യണം. അപ്പോൾ അവിടെ നിന്നൊരു ടോക്കൺ തരും. അതവിടെ അപ്പുറം വല്ലതും കൊടുക്കണമായിരിക്കും അല്ലേ? ആ. അപ്പം നമ്മൾ നാഗർഹോള ടൈഗർ റിസർവിലേക്കാണ് കയറുന്നത്. ആളിവിടെ കിടപ്പുണ്ട്. അതെ. ടോക്കൺ അവിടെ ആയിരിക്കും. ഇവിടെ കൊടുക്കണമായിരിക്കും. ഇവിടെ ഒരാൾ രജിസ്റ്റർ വെച്ച് എഴുതാൻ ചെയ്തിട്ടുണ്ട്. ടോക്കൺ ഇവിടെ അല്ല കൊടുക്കുന്നത്, ഇറങ്ങുന്നിടത്താണ്. അവിടെ എല്ലാം വണ്ടി നമ്പരും എങ്ങോട്ട് എവിടുന്ന് എങ്ങോട്ടാണെന്നും പിന്നെ ഡ്രൈവറുടെ നമ്പറൊക്കെ ചോദിച്ച് എൻട്രി ചെയ്തേ ഉള്ളൂ. ലോറികൾ അധികം ഒന്നും പോന്നിട്ടില്ല. എല്ലാവരും കിടന്ന് ഉറങ്ങുക. ഇനിയിപ്പോൾ അവിടെ നിന്ന് ഒരു കുളിയൊക്കെ കഴിഞ്ഞ് എത്താൻ മതിയല്ലോ രാവിലെ. പുതിയ ട്രാവൽ വ്ലോഗിന്റെ മേഘാലയ യാത്രയ്ക്ക് ഓൾവേസ് വെൽക്കം. ആലപ്പുണ്ടൊക്കെ ഇഷ്ടംപോലെ ഏരിയയിലേക്ക് കിടപ്പുണ്ട്. പക്ഷേ അതേ കാണാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. ആ സൈഡെല്ലാം വീടുകളുണ്ട്. ചെറിയൊരു ഗ്രാമമാണ്. നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്കാണ് വനം. രാവിലെ ചെറിയൊരു മോഡലാണ്. മഞ്ഞൊക്കെ ഉണ്ട്. ആകാശം നോക്കിയിരുന്നോ കേട്ടോ. എന്റെ 2 കണ്ണും ഈ 2 സൈഡിൽ കൂടെ പോകുന്നു. ഇവിടെ ആനയുണ്ട്. ഇതേണ്ടേ, ഈ ഒരു സൈഡ് ഗ്രാമമാണ്. ഇവർക്ക് എപ്പോഴും മൃഗങ്ങളെയൊക്കെ കണ്ടുകൊണ്ട് താമസിക്കാം. പക്ഷെ ഇവരിത് മൃഗങ്ങളുടെ ശല്യം കൊണ്ട് മടുത്തിരിക്കുന്നവരാണ്. ഇവിടെ ഞാൻ ഒരു 10 രൂപ സ്ഥലം കിട്ടുകയാണ് മേടിച്ചൊരു വീടൊക്കെ വെച്ച് താമസിക്കാൻ നല്ലതായിരുന്നു. അതെ, ഈ വനത്തിന് ആൾക്കാരും താമസമുണ്ട്. സൈഡില് വെറ്റു ബൈരകുപ്പ മൺപുറ്റുകളുണ്ട് ഇഷ്ടംപോലെ. ഇതുണ്ടോ ഈ നിൽക്കുന്നുണ്ടോ? കാട്ട് കൊക്ക് പറന്ന് നടക്കുന്നുണ്ടോ? ഇതൊക്കെ ഉള്ളൂ. ഈ സൈഡിൽ കൂടെ എല്ലാം വീടുകളുണ്ട്. പഴയ വീടുകൾ, ഓടിട്ട വീടുകൾ. ഏറുമാടം ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അതല്ല, ഇതേ ഇവിടെ കൃഷിയുണ്ടല്ലോ. ഇവിടെ വീടുകളും ഉണ്ട്. നമ്മളെ ഉൾവനത്തിലേക്ക് കയറുന്നേ ഉള്ളൂ. സൈഡിൽ കൂടെ എല്ലാം ഇലക്ട്രിക് ഫെൻസിങ് ഉണ്ട്. എല്ലാം പോയി കിടക്കുക. എല്ലാവരും നേരത്തെ പോയെന്ന് തോന്നുന്നല്ലോ. ആരെയും കാണുന്നില്ലല്ലോ. സൂര്യൻ ഉദിച്ചു വരുന്നുണ്ട്. പക്ഷേ ചൂടില്ല, തണുപ്പാ അല്ലേ? ഇന്നലെ വൈകുന്നേരമൊക്കെ അവിടെ തണുപ്പായിരുന്നു.
ഇതുണ്ട് ഈ കൃഷിയുടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടോ? കുഴിക്കാത്ത കുഴിയെടുത്ത് ഇവിടെ കൃഷി ചെയ്യാൻ ഇവിടെ ആൾക്കാർ ഇത് വനമല്ലെന്ന് തോന്നുന്നു. ഈ സൈഡ് കുറച്ച് സ്ഥലങ്ങൾ ആൾക്കാരുടെ കയ്യിലാന്ന് തോന്നുന്നു. വനത്തിനകത്ത് തന്നെ ഇതുണ്ട്. ആ സൈഡെല്ലാം താമസമുണ്ട്. അതെ, കോ ഡ്രൈവർക്ക് ഓടിക്കാൻ കൊടുക്കുന്നില്ലേ? ഡ്രൈവർ റെസ്റ്റ് എടുക്കട്ടെ. മെയിൻ സ്ഥലങ്ങളൊക്കെ ഓടിച്ചോളൂല്ലോ, ടൗണും ഒക്കെ. മൈസൂരും ബാംഗ്ലൂരും ടൗണൊക്കെ പാസ്സാക്കി തന്നോളൂ. ബാക്കിയുള്ള സ്ഥലങ്ങൾ ഓടിച്ചാൽ മതിയല്ലോ. ഫോറസ്റ്റ് ഓടിക്കണം എന്ന് പറഞ്ഞാൽ രാവിലെ കയ്യെ കാലം പിടിച്ചുകൊണ്ട് ശിഷ്യന് വണ്ടി കൊടുത്തത്. ഈ വനത്തിന്റെ സൈഡിൽ തന്നെ ഗ്രാമങ്ങളുണ്ട്, ഇഷ്ടംപോലെ വീടുകളുണ്ട്, ജനവാസ മേഖലയാണ്. ഇവിടെയൊക്കെ ചായക്കട ഉണ്ടായിരുന്നു. അതെ, നാഗർഹോള ടൈഗർ റിസർവ്. സ്പീഡ് ലിമിറ്റ് 30 കിലോമീറ്ററാണ്. അത് 30 കിലോമീറ്റർ പോയിട്ട് ഇടയ്ക്കെല്ലാം അമ്പണ്ടാക്കി വെച്ചേക്കുന്നുണ്ട്, പതുക്കെ പോകത്തുള്ളൂ. അതെ, ഈ വനത്തിനകത്ത് താമസിക്കുന്നവർക്ക് ഈ മൃഗങ്ങളുടെയൊക്കെ ശല്യം ഉണ്ടായിരിക്കുമല്ലോ. ഉണ്ടായിരിക്കും. അതെ, അപ്പുറത്തുനിന്ന് തുറന്ന വിട്ട വണ്ടികൾ അത് കണ്ടോ ഇവിടെ എത്തി. അതെ, അപ്പുറം ബ്ലോക്ക് ചെയ്യുന്നിടത്ത്. ഇതുവരെ ഇങ്ങോട്ട് വണ്ടി കണ്ടില്ലായിരുന്നു. അതെ, ഈ വനത്തിൽ തേക്കാ കൂടുതലും. തേക്ക് നല്ല വണ്ണമുള്ള തേക്കൊക്കെ ഉണ്ട്. കേരളത്തിൽ നിന്ന് എന്തായാലും തേക്കുന്നടിയാ വെളിയിലേക്ക് പോകുന്നത് അല്ലേ? വണ്ടി എത്ര എണ്ണമായിരുന്നു രാവിലെ ഉണ്ടായിരുന്നു? ഒരുപാട് തടി പോകുന്നുണ്ടെന്ന് തോന്നുന്നു. തേക്കിന് വെളിയിൽ കേരളത്തിലെ തേക്കിന് നല്ല ഡിമാൻഡ്. അതെ, വേറെ സ്റ്റേറ്റുകളിൽ. അതിന് കേരളത്തിലെ തേക്കിന്റെ പ്രത്യേകത നിലമ്പൂർ തേക്കൊക്കെ ലോകപ്രശസ്തമാണ്. അതെ, അല്ല അതിനകത്ത് ഓയിൽ കണ്ടന്റ് ഉണ്ട് കൂടുതൽ. പിന്നെ ക്വാളിറ്റി അതാണ്. പിന്നെ ഡിസൈൻ ഒക്കെ നല്ല ഉണ്ട്. ഇവരൊക്കെ ഈ വനത്തിനകത്ത് താമസിക്കുന്നല്ലേ. അതുണ്ട് പഴയ വീട്, ചാണകം മെഴുകിയ വീട്, കാണാൻ നല്ല രസമുണ്ട്. ഈ ടിപ്പറുകളെല്ലാം കർണാടകയിൽ നിന്ന് ബിൽഡിംഗ് മെറ്റീരിയൽസുമായിട്ട് വരുന്ന. കുറച്ച് മാനെ മാത്രമേ കണ്ടുള്ളൂ, ബാക്കി എല്ലാരും പോയി. ആണ്ടമാൻ ഓടുന്നു. വേനലാണേലും വനത്തിൽ അങ്ങനെ വലിയൊരു ഉണക്ക് ബാധിച്ചിട്ടില്ല. കണ്ടോ, നല്ല പച്ചപ്പുണ്ട്. ഇവിടെയൊക്കെ രാത്രിയിൽ ആന ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാരും പോയി. അതെ, രാത്രി വന്നു പോയി. ഇവിടെയൊക്കെ മഴ പെയ്ത് ഈയിടെ. ഇതുണ്ടോ, മണ്ണ് നല്ല നനവുണ്ട്. ഇന്നലെയും പെയ്തെന്ന് തോന്നുന്നു. കാട്ടുപോത്ത് കാട്ടി. ഇതന്നെ ഒരു ബൈക്ക് കത്തി കിടക്കുന്നു. തീ പിടിച്ചാണല്ലോ, കത്തിപ്പോയി. ആക്സിഡന്റ് ആയിട്ട് കത്തിയാണ്. ഇന്നലെ മഴ പെയ്തു ഇവിടെ. അതെ, മഴ പെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാം ഇഷ്ടംപോലെ വെള്ളമുണ്ട്. അതുകൊണ്ട് ഉണക്ക് ബാധിച്ചിട്ടില്ല. അതുകൊണ്ടായിരിക്കും മൃഗങ്ങളെ ഒന്നും കാണാത്തത്. എന്ത് മരങ്ങളാ പെട്ടെന്ന് വീണ് കിടക്കുന്നത് നോക്കി, ഉണങ്ങി. നമുക്കുള്ള വാഴക്കൊലയാ വരുന്നത്. അതെ, ഇവിടെ കടവയുള്ള സ്ഥലമാണ്. അതെ, ഇവിടെ എല്ലാം ഇഷ്ടംപോലെ മാനുണ്ട്. മാനിനെ പിന്നെ നമ്മൾ ഇന്നലെ രാത്രിയിലും കണ്ടായിരുന്നു. ആരെയും കണ്ടില്ല എന്നുള്ള വിഷമം അങ്ങ് തീർന്നില്ലേ? അതെ, അത് ഈ വഴിക്ക് വന്നാൽ ഇഷ്ടം പോലെ മാനുണ്ടല്ലോ. ഏത് വഴി പോയാലും നമ്മൾ ഈ മൈസൂർ മറ്റേ റൂട്ടിൽ കൂടെ വന്നാലും മാനുണ്ടാവും. ദിവാകരൻ ഉണർന്നു വരുന്നുണ്ട്. അതെ, ആ സൈഡിലെല്ലാം വീടുകളാ. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ബാവലി, നാഗർഹോള ടൈഗർ റിസർവ്. സവാരി വണ്ടി കിടപ്പുണ്ടെന്ന് തോന്നുന്നു. ഉണ്ടെങ്കിൽ നമുക്കൊന്ന് പോയാലോ? നോക്കാം. എവിടെ ഒരു ആന നിൽപ്പുണ്ട് കേട്ടോ. കൊമ്പൻ ഒരാൾ നിൽപ്പുണ്ട് ഇവിടെ. അതെ, അവിടെ ആനയുണ്ട് കേട്ടോ. ഇതല്ലേ കൊമ്പൻ നിൽക്കുന്നത്? ആനയെ കണ്ടില്ലെന്നുള്ള വിഷമം വേണ്ട. ഒരു പിടി ഒരു കൊമ്പനും അതെ അവിടെ നിൽപ്പുണ്ട്. ഇവിടെ എന്നാടാ പരിപാടി? എനിക്ക് കൊങ്കിയാനയാണോ നിൽക്കുന്നത്? അപ്പൊ ഇത് അവിടെ ചോദിച്ച് മനസ്സിലാക്കാൻ പറഞ്ഞു വിട്ടതല്ലേ നിന്നെ? ചോദിച്ചു മനസ്സിലാക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോ ഇവിടെ കാട്ടുകണ്ണട, നാട്ടിൽ ചെന്നാലേ നാട്ടുകണ്ണട അറിയത്തുള്ളൂ. നിനക്കറിയത്തില്ലേ? കാട്ടിലെ കന്നഡ നമുക്ക് അറിയത്തില്ല. അല്ല, എല്ലാം അറിയാന്നാണല്ലോ. അറിയാൻ വയ്യാത്ത ഒന്നും ഇല്ലല്ലോ. കാട്ടിലെ കന്നഡ ഞങ്ങൾക്ക് അറിയത്തില്ല. വിട്ടു. അയ്യോ, എന്നാ പിന്നെ ഹിന്ദി ചോദിക്കാൻ മേലായിരുന്നു. അതല്ലേ ഏറ്റവും വലിയ അവർക്ക് ഹിന്ദി അറിയത്തില്ല. കാട്ടിലല്ലേ കിടക്കുന്നത്. മലയാളമല്ലാതെ വേറെ പണി ഒന്നും അറിയത്തില്ല. മുതലാളി ഈ നിൽക്കുന്ന കുങ്കിയാനകളാ. അപ്പം വനത്തിൽ ആനയൊന്നും കാണാത്തോണ്ടേ എല്ലാവരും ഇവിടെ വന്ന് ഇതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് കണ്ടിട്ട് പോവാം. കർണാടകയിലെ മൈസൂർ ജില്ലയിലും കൊടക് ജില്ലയിലുമായിട്ട് വ്യാപിച്ച് കിടക്കുന്ന ദേശീയോദ്യാനമാണ് നാഗർഹോള ദേശീയോദ്യാനം. ഇത് ഈ ദേശീയോദ്യാനത്തിലെ ഒരു ആന സംരക്ഷണ കേന്ദ്രമാണ്. ഇന്നലെ മഴ പെയ്തോണ്ടായിരിക്കും രാവിലെ നല്ല മൂടൽമഞ്ഞുണ്ട്. സമയം 7:15. ദിവാകരൻ ഉണർന്നു വരുന്നു. അവിടെ എന്തോ ഒരു സാധനം നിൽപ്പുണ്ടല്ലോ. അതാ കൂരൻ. ഇതാണ് കൂരൻ. ഞാൻ അടുത്ത് കണ്ടിട്ടില്ല കേട്ടോ.
ഏതാ ദേ ആ നിൽക്കുന്നത് അതുണ്ടോ? ക്രൂരനല്ല കൂരൻ. അല്ല, അത് മാനാണോ? മാന്റെ കുഞ്ഞാണോ? ആരുടെ കുഞ്ഞാ? അല്ലെന്ന് തോന്നുന്നു കേട്ടോ. അല്ലെന്ന് കൂരനാന്ന് അത്. ദേ ഇവര് പിന്നെ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. വണ്ടി വരുമ്പോഴത്തേനും ഇവരകത്തേക്ക് പോകാണല്ലോ. ഇതണ്ടേ ഇത്ര പേരാന്ന് നോക്കി. ഇവരുടെ കുടുംബക്കാർ ഇവിടെ ഇഷ്ടം പോരാ. ഇഷ്ടം. ഇവരുടെ അകത്തോട്ട് പോകാത്ത അതെ, അവര് കടുവയും ഒക്കെ പേടിച്ചിട്ട് റോഡ് സൈഡിൽ കൂടെ നിൽക്കുന്നത്. ഉദൂർ. നേരെയുള്ള വഴി ക്ലോസ്ഡാ, റോഡ് ക്ലോസ്. നമുക്കിതിലേ പോകണ്ട. പന്നിയുണ്ട് കേട്ടോ, പന്നി, കാട്ടുപന്നി കൂട്ടമുണ്ട്. ഒന്നിനെയും കണ്ടില്ലെന്ന് പറയാൻ പറ്റില്ല. ഉണ്ടോ? അതെ, കാട്ടുപന്നിക്കൂട്ടം. അപ്പനും അമ്മയും മക്കളുമാ. അതെ, ഒരു കുടുംബമാ. അതിന് മുകളിലൊരു മൈന ഇരിപ്പുണ്ട്, പുറകെ വന്നിട്ട്. ഇപ്പൊ മാനെ കണ്ടു, കൂരനെ കണ്ടു, പന്നിയെ കണ്ടു, ഇതേ കുരങ്ങനെയും കണ്ടു. പന്നിയോടെ കണ്ടു. നീ കണ്ടില്ലേ? നിന്നോട് ഞാൻ അന്നേരം തൊട്ട് പറഞ്ഞ നീ റോഡിൽ നോക്കി ഇരിക്കണോന്ന്. അല്ല, നിങ്ങൾ പറഞ്ഞില്ല. ഒരു പന്നി ഫാമിലി തന്നെ ഉണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് ഉറങ്ങിച്ചാലും നേരം അല്ലേ? ഇല്ല, ഞാൻ കണ്ടില്ല കേട്ടോ. അപ്പൊ ഇത്രേ ഉള്ളൂ. നാഗർകോള ടൈഗർ റിസർവ് കഴിയുക. മയിലുണ്ട്, കുറുക്കനുണ്ട്, പുലിയുണ്ട്, ആനയുണ്ട്, കഴുകനുണ്ട്, എല്ലാരും ഉണ്ട്. നാഗർഹോള ടൈഗർ റിസർവ്. പാസ് അവിടെ കൊടുക്കണമായിരിക്കും. അതെ, കൊണ്ട കൊടുക്കണോ? കൊടുത്തിട്ട് അങ്ങ് പോയാൽ മതിയായിരുന്നു. പുള്ളി കയ്യിലുണ്ട്. ഇവിടെ ഒരു ആളിരിപ്പുണ്ട്, അതോ ഇവിടെ കൊടുത്താൽ മതിയോ? അതെ, അവിടെ ഒരു മയിൽ നിൽപ്പുണ്ട്, പീലി വിടർത്തി നിൽക്കുന്നു. കാണത്തില്ല, ഇച്ചിരി അകലെയാ. ഇവിടെ അടുത്തായിരുന്നെങ്കിൽ ഇപ്പോൾ ഇവർ ചിലപ്പോൾ നമ്മളെ അങ്ങോട്ട് ഇറക്കി വിടത്തില്ല, അകത്തേക്ക് പോകാൻ സമ്മതിക്കുകയില്ല. പീലി വിടർത്തി നിൽക്കാനാണ്. ഉണ്ടാവും മയിൽ അവിടെ കുറേ നേരമായിട്ട് പീലി വിടർത്തി നിൽപ്പുണ്ട്. കൊമ്പൻ ആനയുണ്ട്, തൊട്ടടുത്തൊരു മാനുണ്ട്. ആനയുടെ കൊമ്പ് നിലത്ത് മുട്ടിയാണ് നിൽക്കുന്നത്. ഇപ്പം നമ്മൾ നാഗർഹോള ടൈഗർ റിസർവിൽ നിന്ന് പുറത്തിറങ്ങി. കാട്ടുകാളയൊക്കെ കഴിഞ്ഞ് നാടായി. കാട്ടിൽ നിന്ന് ഇറങ്ങിയതാന്ന്, നാട്ടിലോട്ട് ഇറങ്ങിയതാ, തിരിച്ച് കാട്ടിലേക്ക് പോവാ. കണ്ടില്ലേ? അല്ലേ, കൃഷി സ്ഥലങ്ങളായി ഇനി മൊത്തം. അവിടെ വെള്ളം അടിക്കും. കൃഷിക്ക് വെള്ളം അടിക്കുന്നടാ. അപ്പം നമ്മൾ കാട്ടിൽ നിന്നും നാട്ടിലിറങ്ങി. ഓടിട്ട പഴയ വീടുകളൊക്കെ നല്ല രസമുണ്ടോ? ചെറിയ വീട്, ചെറിയ വീട്, നല്ല രസമുണ്ടല്ലേ? പഴയ രീതിയിലുള്ള പണി. ഇത് പുതിയ വീടാണ്. ഇതൊക്കെ പഴയ വീടാണ്. കണ്ടോ? നല്ല രസമല്ലേ? നല്ല നീറ്റ് ആൻഡ് ക്ലീൻ പരിസരങ്ങൾ വീടിൻ്റെ. അപ്പം നമ്മൾ ഇനി കന്നഡ ഗ്രാമങ്ങളിലൂടെയാണ് ഇന്നത്തെ യാത്ര. ചോളത്തിന് വരെ വെള്ളം അടിക്കുന്നുണ്ട്. ഇവിടെ കരിമ്പായിരുന്നു, കരിമ്പ് വെട്ടിയതാണ്. കപ്പകൃഷി അത് നനയ്ക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് കേരളത്തിലേക്ക് വരാനുള്ള കപ്പകളാണ്. അല്ല, ഇവരധികം കപ്പ ഉപയോഗിക്കുകയല്ലോ. കാരപ്പുര എന്നാണ് ഈ ഗ്രാമത്തിൻ്റെ പേര്. നാടൻ ഭക്ഷണം എന്നൊക്കെ മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാ കഴിച്ചിട്ട് പോയാലോ? അതോ കുക്ക് ചെയ്യാനാണോ? എന്താ പരിപാടി? ഉച്ചയ്ക്ക് കുക്ക് ചെയ്യാം. ഉച്ചയ്ക്കോ? പൂരിയും ബോണ്ടായും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ബജ്ജി കണ്ടൊക്കെ ഉണ്ട്. അപ്പോഴേ ഇവിടെ വന്നപ്പം ഇവിടെ മലയാളി കട. അപ്പം രാജേഷിന് സന്തോഷമായി. ഒരു പൊറോട്ട ഉണ്ട്, പൊറോട്ടയും പൂരിയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പൊറോട്ട പറഞ്ഞിട്ടുണ്ട്. അതെ, പൊറോട്ട പറഞ്ഞു. ഇപ്പം നാളെ ഒന്നും കിട്ടത്തില്ലല്ലോ. ഇനി നാളെ എന്നല്ല, ഇനി കുറച്ച് ദിവസം കഴിയും. ആസാമിലും ഒക്കെ ഉണ്ട്, പക്ഷേ നമ്മളിവിടുത്തെ പോലുള്ള പൊറോട്ട കിട്ടുകയില്ല. അതെ, അത്രേ ഉള്ളൂ. പൊറോട്ട നമ്മുടെ റെഡിമെയ്ഡ് ചപ്പാത്തി പോലുള്ള പൊറോട്ട. പിന്നെ മുട്ടക്കറി, ഇങ്ങനത്തെ മുട്ടക്കറി ഞാൻ ആദ്യം കാണാം. അല്ല, മുട്ടക്കറി വേറൊരു ടൈപ്പ്. അതെ, കർണാടകയല്ലേ, നമ്മൾ കേരളത്തിലല്ലല്ലോ. അതിൻ്റെ ആയിട്ടുള്ളൊരു വ്യത്യാസമുണ്ട്, അത്ര. ശരി, നാട്ടിലേക്ക് പോവാം. അംബേദ്കർജിയുടെ ഒരു സ്റ്റാച്ചുവാണ്. തൊട്ടടുത്ത് തന്നെ ഒരു ക്ഷേത്രവും. നമ്മളെ കാപ്പി കുടിക്കാൻ നിർത്തിയപ്പോൾ ഇതേ അവിടെ കിടന്ന വണ്ടികളൊക്കെ വന്നു. വണ്ടിയും മറ്റേ വണ്ടി ഇന്നലെ നമ്മൾ വൈകിട്ട് കണ്ടയാളാണ് ആ മുന്നേ പോകുന്നത്. 6 വീൽ വണ്ടി. ഡിസ്കവറി വില്ലേജ്.
കണ്ടോ നല്ല അടിപൊളി വീടുകളല്ലേ. 1974 വീടാട്ടോ ഇത്. ആ എല്ലാം പഴയ വീടുകളാ. ഈ ഓടിട്ട വീടാ അതിന്റെ ഒരു ഭംഗി നല്ല. ഇത് 76. അത് 76. ഇതും ചെറിയൊരു ഗ്രാമമാണ്. ഈ വീടുകളെല്ലാം ഉണ്ടോ അതേപോലെ. എല്ലാം അത് 75 കറക്റ്റ് എൻ്റെ വർഷമാണ്. എൻ്റെ പ്രായമുണ്ട് ആ വീട്. എല്ലാം പഴയ വീടുകളാണ്. കൃഷിക്ക് ഒരുക്കിയിട്ടേക്കാ സ്ഥലങ്ങളെല്ലാം. വെള്ളം അടിക്കുന്നുണ്ട്, എല്ലാത്തിനും വെള്ളം അടിക്കുന്നുണ്ട്. ഇത് വാഴത്തോട്ടം, വാഴത്തോപ്പ്, എല്ലാ കൃഷികളും ഉണ്ട്. അങ്ങ് വരെ ഉണ്ട്. വാഴയാണ് കൂടുതലും. പിന്നെ വേറെന്തോ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടെല്ലാം നിലമെല്ലാം ഒരുക്കിയിട്ടേക്കുക. ഇതുണ്ട് ഈ സൈസ് സ്പ്രിംഗ്ലർ ആകുമ്പോൾ കുറച്ച് വെള്ളം മതി. ചെറുതായിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുക. അംഗനവാടി ഓരോരോ ചെറിയ ചെറിയ ഗ്രാമങ്ങളാണ്. രാവിലെ ഇതുവരെയായിട്ട് കിലോമീറ്റർ അധികം ഒന്നും അറിഞ്ഞില്ല. 30-40 കിലോമീറ്ററേ വന്നുള്ളൂ. അതെ, വഴി അത്ര പെട്ടെന്ന് ഓടി നിൽക്കുന്ന ഒരു വഴിയല്ല, ചെറിയ വഴിയല്ല. അതെ, കൊച്ചു കൊച്ചു ഗ്രാമങ്ങളാണ് മൊത്തം. കന്നഡ ഗ്രാമങ്ങൾ, കർണാടകയുടെ ചെറിയ ഗ്രാമങ്ങളല്ല. എല്ലായിടത്തും ഒരു 10-50 വീട് കാണും. പിന്നെ കുറച്ച് ദൂരം കൃഷി സ്ഥലമായിരിക്കും. അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് ചെറിയ ഗ്രാമം. അങ്ങനെ ഹൊന്നമന കട്ടെ മേരിമാത ഹെൽത്ത് സെൻ്റർ കോൺവെൻ്റാണ്. ഇതൊരു പള്ളിയാണ്. പ്ലാവ് നിൽക്കുന്നു. അതെ, ചക്ക ഉണ്ട്. ഇവിടെ കരിമ്പുലിയുള്ള കേട്ടോ, കരിമ്പുലി. വൈൽഡ് ആനിമൽ ക്രോസിംഗ് ഗോസ്ലോ ഡൊമ്മനകട്ടെ. മൈസൂർ ഇനി 61 കിലോമീറ്റർ ഉണ്ട്. കാര്യം നമ്മൾ വനത്തിൽ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞാലും ഇവിടെ വനമാണ് ഒരു സൈഡ് അല്ലേ. കാട്ടുപോത്തൊക്കെ ഉണ്ട് ഇവിടെ. വനത്തിന്റെ ബോർഡർ ലൈനിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതേ 2 കുറുക്കന്മാർ നിൽക്കുന്നു. അതെ, ഇവിടെ ഇതുണ്ട് കേട്ടോ, സവാരി ഉണ്ട് വനത്തിനകത്ത്. ഇതേ കക്കനകൊട്ടെ സവാരി സെന്റർ. ഇവിടെ സവാരിക്ക് പോയാലോ? സവാരിക്ക് വേണേൽ പോവാം. സവാരിക്ക് പോയാലേ ലോഡ് വണ്ടിയിലിരിക്കും. അവിടെ ചെല്ലുമ്പോൾ വാടകയൊന്നും കിട്ടുകയല്ല. സവാരി കണ്ട് നടന്നാൽ. സവാരിക്ക് ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ട്. ഒത്തിരി വണ്ടികൾ കിടപ്പുണ്ട് ഇവിടെ. അതെ, അവധിയല്ലേ? സ്കൂളൊക്കെ അവധിയാണല്ലോ. വെൽക്കം ടു രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക്. ഈ നാഗർഹോളെ നാഷണൽ പാർക്കിന് രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് എന്നൊരു പേരും കൂടെ ഉണ്ട്. ഇപ്പം നമ്മൾ വനത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും ഇറങ്ങിയെന്ന് തോന്നുന്നു. 2 സൈഡും കൃഷി സ്ഥലങ്ങളാണ്. ഇവിടെ മെയിനായിട്ടും വാഴക്കൃഷിയാണ്. വാഗപ്പൂവിൻ്റെ കളർ കണ്ടോ? എല്ലാം കാണത്തില്ലാത്ത പോലെ പോവാ. പൂ മാത്രമേ ഉള്ളൂ. ഇപ്പൊ വസന്തകാലമാണോ? ആയിരിക്കും, അതുകൊണ്ടല്ലേ പൂ ഇതുപോലെ നിൽക്കുന്നേ. ഇതുണ്ട് ഈ വാഗയിൽ ഇലയേ ഇല്ല, പൂ മാത്രമേ ഉള്ളൂ. രാവിലെ ഇവിടെ എല്ലാ സാധനങ്ങളും കിട്ടും. ഇതിപ്പോൾ ഇത്രയും നേരം ചെറിയ ഗ്രാമങ്ങളാണ്ട്. ഇവിടെ അത്യാവശ്യം ഇച്ചിരി വലിയൊരു ഗ്രാമമാണ്. അത്യാവശ്യം സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ്. അന്തരസന്ത എന്ന ഈ സ്ഥലപ്പേര്. ചന്തയാണോ? ചന്തയാണെങ്കിൽ രാവിലെ കറി വെക്കാൻ എന്നാ കിട്ടുമെന്ന് വരും. നമുക്ക് ഉച്ചയ്ക്ക് തന്നെ എന്തെങ്കിലും മേടിച്ചോണ്ട് പോവാം. താരക ഡാം. ഇതിലെ പോയാലൊരു ഡാമുണ്ട്, താരക ഡാം. ഇതൊരു ക്ഷേത്രത്തിലേക്കുള്ള കവാടമാണ്. പഴയ ഒരു വീട്, 2 നില വീട്. വീടുകളെല്ലാം നല്ല കളർഫുള്ളാണ്. ആ വീടിൻ്റെ കളർ കണ്ടോ? അതും പഴയ വീടാണ്. ചീവീട് കാണുന്നുണ്ട് കേട്ടോ. ചീവീടിൻ്റെ സൗണ്ടാണ്. അതെ. അപ്പോൾ ഈ ട്രിപ്പ് നമ്മുടെ ലോഡ് മേഘാലയയിലേക്കാണ്. അപ്പം ലോഡ് എന്നാന്ന് ചോദിച്ചാൽ കുറേ മരത്തൈകളാണ്. അതുകൊണ്ട് തന്നെ സമയം കളയാതെ പോകണം. വെയിലത്തൊന്നും കൊണ്ട് നിർത്തിയിടരുത്. ഉണങ്ങിപ്പോകാതെ കൊണ്ടെത്തിക്കണം. ഉണങ്ങിപ്പോകാതെ. അത് ഇത്രയും ലോങ് ആയതുകൊണ്ട് ഇനി അങ്ങോട്ട് ചെല്ലുമ്പോൾ ആന്ധ്രയിലൊക്കെ നല്ല ചൂടായിരിക്കും. എന്നാലും അധികം ചൂടൊന്നും അടുപ്പിക്കാതെ ഏൽക്കാതെ അത് ഡ്രൈവറുടെ കഴിവാണ്. അങ്ങനെ വേണം വണ്ടി ഓടിക്കാനും. മരത്തിന്റെ തണലിൽ കൂടെ തന്നെ ഓടിക്കണമായിരിക്കും. അത്രേ ഉള്ളൂ. അപ്പം പിന്നെ ഇന്നലെ നമ്മളവിടെ ലോഡ് കയറ്റാൻ പോയിടത്തുനിന്ന് വണ്ടി ഇച്ചിരി കയറത്തില്ല. നല്ല കുത്ത് കയറ്റമായിരുന്നു. അപ്പോൾ ലോഡ് കയറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുന്ന് കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. വണ്ടി വലിക്കുന്നില്ലായിരുന്നു. പിന്നെ നമ്മളൊരു JCB ഒക്കെ വിളിച്ച് കെട്ടി വലിച്ചാണ് കയറ്റിയത്. അപ്പം നമ്മുടെ ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരുടെയും പേരൊന്നും ഞാൻ ഓർക്കുന്നില്ല ഇപ്പം. പക്ഷേ നമുക്ക് അവിടെ വീഡിയോയ്ക്കൊക്കെ നിയന്ത്രണം ഉണ്ടായിരുന്നതുകൊണ്ട് ആരെയും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. അപ്പം അതേപോലെ തന്നെ നമ്മൾ ലോഡ് ചെയ്യുന്നതും ലോഡ് ഇറക്കുന്നതൊന്നും ഇതിനകത്ത് വീഡിയോയിൽ ഉണ്ടാവുകയില്ല. അപ്പം അത് നമ്മൾ മിക്കപ്പോഴും പല ലോഡും കയറ്റാൻ ചെല്ലുമ്പോൾ ചില കമ്പനിയിൽ ചെല്ലുമ്പോൾ ലോഡ് വീഡിയോ എടുക്കാൻ പാടില്ലെന്നും ഒക്കെ പറയാറുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ നിന്ന് ഒഴിവാക്കുന്നത്. അത്
നമുക്ക് എടുക്കരുതെന്ന് പറയുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. അതെ. കമുക്, കാപ്പി, പിന്നെ കമുകയിൽ അത് കൊടിയിട്ടിട്ടുണ്ട്, കുരുമുളക്. ഇടയ്ക്ക് കപ്പയുണ്ട് കേട്ടോ. കപ്പയുണ്ട്, ഇടയ്ക്ക് തെങ്ങും ഉണ്ട്. അപ്പോൾ 7 കൃഷി. അപ്പോഴേ അടുക്കള എപ്പോഴാണ് തുറക്കുന്നത്? അടുക്കള തുറക്കാൻ നമുക്ക് ആദ്യം കറി വെക്കാൻ എന്തെങ്കിലും മേടിച്ചിട്ട് നല്ല തണലുള്ളിടത്ത് നിർത്തി. ഈ വഴിക്കാണെങ്കിൽ ഉണ്ടല്ലോ നല്ല തണലുള്ള വാകയുണ്ട്, ആലുണ്ട്, മാവുണ്ട്. മാവാണ് വേണ്ടതല്ലേ? മാവാ വേണ്ടത്. മാവ് കുറവാ. അതല്ലേ പ്രശ്നം. പേരാലായാലോ? പേരാലായാലും മതി. ഉണ്ടോ നല്ല തണലുള്ള ആൽമരങ്ങളുണ്ട്. ചോറ് വെക്കാനാണോ? ചോറ് വെക്കാം. അല്ല പിന്നെ ഞാൻ ബിരിയാണിയാണോ ഉദ്ദേശിച്ചത്? അല്ല, ബിരിയാണി ഒന്നും വേണമെന്ന് എനിക്കില്ല. ഇതേ വണ്ടികളിൽ ലോഡ് കയറ്റിയിട്ട് ഇത് ഇഞ്ചിയാന്ന് തോന്നുന്നു കണ്ടിട്ട്, ആ ചാക്ക് കണ്ടിട്ട്. അല്ല, ഈ വണ്ടിയെല്ലാം അങ്ങനെയുള്ള ലോഡുകൾ കയറ്റാൻ വന്നേക്കുന്ന വണ്ടികൾ. ലോഡ് കയറ്റിയിട്ടേക്കുന്ന അല്ല, മൊത്തം ആവാത്തതുണ്ടല്ലോ, അല്ല ഇഞ്ചിയായിരിക്കും. അതെ, ഇഞ്ചിയുടെ കേന്ദ്രമാണ് കണ്ടോ, ഇഞ്ചിയെല്ലാം നിറച്ച് വെക്കുന്നത്. ഇവിടെ മീൻ കടകളുണ്ട് കേട്ടോ. മീൻ വേണോ? മീൻ വേണ്ടല്ലേ? മീൻ വേണ്ട. ഓട്ടോ ജീപ്പ് സ്റ്റാൻഡൊക്കെയാണ്. അപ്പോൾ ആകാശിനെ ഇവിടെ ചിക്കനൊക്കെ മേടിക്കാൻ വേണ്ടി ഇറക്കി കഴിഞ്ഞ് നമുക്ക് അപ്പുറം എങ്ങനെ ഉണ്ട് ഇടയിലെടുത്ത് വണ്ടി പാർക്ക് ചെയ്യാം. ഇവിടെ നല്ല നാടൻ പഴങ്ങളുണ്ട്, ചെറുപഴവും പച്ചക്കറിയൊക്കെ മേടിക്കാൻ കുറച്ച്. പൂക്കട, കളർഫുൾ പൂക്കൾ. അതെ, ഇഷ്ടംപോലെ. ഇപ്പം ഈ ഞാലിപ്പൂവിനൊക്കെ നല്ല നാടൻ പഴം കിട്ടും. കർണാടകയിലെ നാടൻ പഴങ്ങൾ. അതെ, കർണാടകയിലെ എന്ന് പറഞ്ഞാൽ നാടൻ തന്നെയാണ് ഇവിടുത്തെ നാടൻ പൈനാപ്പിളും ഉണ്ട്, ചെറിയ പൈനാപ്പിൾ. നമ്മുടെ ഇവിടുന്ന് വരുന്ന പൈനാപ്പിൾ അല്ലേ, ഇവിടുത്തെ തന്നെ പൈനാപ്പിളാണ്. ഇവിടെ എങ്ങനെ വിൽക്കും? പച്ചക്കറി ഇവിടുന്ന് മേടിക്കാന്ന് പറയും. ഇവിടുന്ന് മേടിക്കാമല്ലോ, ഇതല്ലേ ഇഷ്ടംപോലെ പച്ചക്കറികളായിരുന്നു. അബദ്ധം പറ്റിയല്ലോ, ചിക്കനും എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാം ഒറ്റ കുടക്കീഴിൽ കിട്ടിയാനെ. ഇനിയിപ്പം അവിടുന്ന് മേടിച്ചാണോ അല്ലേ? മേടിച്ചില്ല, ചിക്കൻ മേടിക്കുന്നുള്ളൂ, പച്ചക്കറി ഇവിടുന്ന് മേടിക്കാം. ആകാശ് ചിക്കൻ മേടിച്ചോണ്ട് വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ പച്ചക്കറി മേടിച്ചേക്കാം. ഗായസ് പോയി സവാളയൊക്കെ മേടിക്കാൻ പോയി. കിട്ടിയോ? സാധനം എല്ലാം കിട്ടിയോ? പച്ചക്കറി നിങ്ങൾ മേടിച്ചില്ലേ? പച്ചക്കറി ഇവിടെ മേടിച്ചു. പഴം മേടിച്ചോ? പഴം മേടിക്കാം. പാളയംകോടനല്ലേ? പാളയംകോടൻ. ഞാലിപ്പൂവൻ മേടിച്ചില്ലേ? അത് പാളയംകോടനല്ലേ? ഈ സ്ഥലത്തിന്റെ പേരെന്നാന്നറിയോ? ഹാൻ പോസ്റ്റ്. ഹാൻ പോസ്റ്റ് അല്ലേ? HD കോട്ടയം താലൂക്ക്, മൈസൂർ ഡിസ്ട്രിക്ട്. ഈ വീഡിയോ മെയിൻ ഡ്രൈവറൊക്കെ കാണുമ്പോഴേ ഇതിലെ കൊണ്ടുണ്ടായിരുന്നു ഓർക്കും. അതെ, ഇതിലേക്ക് വരണ്ടായിരുന്നു. ഇതിലെ വരണ്ടായിരുന്നു ഓർക്കും. ഞാൻ ഇതിലെ വന്നിട്ടില്ല. ഇതിലെ നമ്മൾ ആദ്യം വരിക. താങ്ക് യു, വിസിറ്റ് അഗെയിൻ. വനസിരിനാട് ഹെഗ്ഗഡയെ വന്നക്കോട്ടെ. ഇവിടുത്തെ കാളവണ്ടി കണ്ടോ, ഇവിടുത്തെ കാളവണ്ടി ഒരു പ്രത്യേക സൈസ് കാളവണ്ടിയാണ്. ഒത്തിരി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ തണലൊന്നും കാണുകയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല തണൽ കാണുന്ന എവിടെയെങ്കിലും ഒതുക്കിയിട്ട് കുക്ക് ചെയ്യാം. ആദ്യം കാണുന്ന തണലത്തോട്ട് തന്നെ ഒതുക്കിയേക്കാം. ആൽമരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് ഈ റൂട്ടിൽ. അതെ, ഒത്തിരി പ്രായമുള്ള മരങ്ങളാണ്. റൈസ് മില്ല, മറ്റക്കേരി. ഇവിടെ അങ്ങോട്ട് മരങ്ങളുണ്ട് കേട്ടോ, തണലിനടുത്ത് നിർത്തിക്കും. മരങ്ങൾ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു ഐശ്വര്യമാണ്. അതെ, ഇവിടെ അങ്ങ് ഒതുക്കാം അല്ലേ, നല്ല തണലുണ്ട്. മരമെല്ലാം പെടന്നു പോയി. വെട്ടിയതാ കേട്ടോ, വെട്ടിയിട്ടേക്കും. ഐശ്വര്യമായിട്ട് അടുക്കള തുറന്നേ. ഈ ട്രിപ്പിൻ്റെ ആദ്യത്തെ പാചകമാണ്. നല്ല തണൽ കിട്ടിയിട്ടുണ്ട്. അതെ, ഒരുപാട് കാലമായിട്ട് അതെ രാജേഷിന് നടക്കാതെ പോയ ഒരാഗ്രഹമാണ്. ഇന്ന് അതെ, മാവില്ലേലും വാഗമരത്തിന്റെ തണല്. അത് ചെറിയ തണലിൽ, ചെറിയ തണലല്ല, നല്ല തണല്. അരി നല്ലപോലെ കഴിക്കോ കേട്ടോ. സോപ്പിട്ടം കഴിക്കോ. എത്ര ഗ്ലാസ് ഇട്ടു? 4 ഗ്ലാസോ? ഉച്ചയ്ക്കും വൈകിട്ടും രാവിലത്തെ പഴങ്കഞ്ഞി. വേറെ ഒന്നും കഴിക്കണ്ടേ ഇനി? മതി, വേറെ ഒന്നും വേണ്ട. മാക്സിമം നമ്മൾ വെച്ച് കഴിക്കുക, കടയിൽ നിന്ന് കഴിപ്പ് ഒഴിവാക്കുക. എന്നും ചോറ് പറ്റിയാല. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ പുട്ടൊക്കെ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പഠിക്കേണ്ടിയിരിക്കുന്നു. കഞ്ഞിക്ക് ശരിക്കും പറഞ്ഞാൽ ആദ്യം അതിനകത്ത് വെള്ളം വെക്കണമായിരുന്നു, എന്നിട്ട് അരി കഴുകി അതിനകത്തോട്ട് ഇട്ടാൽ മതി. അന്നേരം അത്രയും സമയം ലാഭമുണ്ട്, വെള്ളവും ചൂടാവും. അല്ലെന്ന് ഇതിരുന്ന് വേഗത്തിലേ അടുപ്പായിരുന്നു. അന്നേരം ഇതെന്നാന്നോ, അരി ഇത് കുക്കറിനകത്ത് തന്നെ കഴുകുകയാണെങ്കിൽ ഒരു പാത്രം കഴുകണ്ട, എളുപ്പമുണ്ട്, പണി എളുപ്പമുണ്ട്. അതല്ല പണി, അതല്ല സമയം ലാഭമാണ് നമ്മൾ നോക്കണ്ടേ. ഗ്യാസൊക്കെ ഫുള്ള് നിറച്ചോണ്ട് വന്നിട്ടുണ്ട് ഈ പ്രാവശ്യം കാര്യമായിട്ട്. അതെ, വഴി കിട്ടിയില്ലെന്ന് പറഞ്ഞാലും നമ്മൾ പട്ടിണി കിടക്കില്ല. പോയിട്ട് തിരിച്ചു വരാനുള്ള ഗ്യാസ് ഉണ്ട്. സ്റ്റവൊക്കെ നല്ല ക്ലീൻ ചെയ്ത് റെഡിയാക്കിക്കൊണ്ട് വന്നാ. അപ്പം ആരാ ചിക്കൻ കറി വെക്കുന്നേ? ഇന്ന് ആകാശമാൻ്റെ ചിക്കൻ. പീസ് ഇത്രയും ചെറുതാക്കിയപ്പോൾ
ആ മതി, കുഴപ്പമില്ല. വലുതല്ല, ചെറിയ പീസാ. നല്ല ആ. വലുതല്ല, ചെറിയ പീസാന്ന്, കുഴപ്പമില്ലെന്ന്. അത് മതി, അത് മതി, കുഴപ്പമില്ല, കഴുകി എടുത്തോ. അതെ, എല്ലാം പെട്ടെന്ന് ആയിക്കോട്ടെ. കോഴിക്ക് എന്തോ ഇക്ലി അടിക്കുന്ന പോലെ ഒരു സെടപടേന്ന് ആയിക്കോട്ടെ. ചിക്കൻ കഴുകിക്കൊണ്ട് വരുമ്പോഴത്തേക്കും കറിക്കുള്ള പരിപാടികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക നമ്മുടെ കുക്ക്. അതെ, നേരത്തെ സവാളയും കാര്യങ്ങളും എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെക്കാം. അപ്പം കഞ്ഞി റെഡി. ചിക്കൻ കറി വെക്കാനുള്ള പച്ചക്കറി എല്ലാം അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം ചിക്കൻ കറിയുടെ പരിപാടിയിലേക്ക് നടക്കാം. തൽക്കാലം കഞ്ഞി ഇവിടെ ഇരിക്കട്ടെ. ചിക്കൻ നാടൻ കിട്ടിയില്ലായിരുന്നല്ലേ? ദേശീയില്ല, ബ്രോയിലർ മുറുകി. വേറെ കറി തന്നെ വെക്കുന്നത്? വേറെ വല്ലതും ഉണ്ടോ? ഇതേ ഉള്ളൂ, ചിക്കൻ കറിയേ ഉള്ളൂ. അല്ലോ. ആ, വെളിച്ചെണ്ണ കാണുന്നില്ല. വെളിച്ചെണ്ണ അകത്താണോ നോക്കി? വെളിച്ചെണ്ണ ഇതിനകത്ത് പെട്ടിക്കാണ്. അതിനകത്തായിരിക്കും. ഇല്ലേ? മറന്ന് വെളിച്ചെണ്ണ കാണും, ഇല്ലായിരിക്കാൻ വഴിയില്ല. അങ്ങനെ ഒരു സാധനം ഇല്ലാതെ വരികയല്ലേ ഈ വണ്ടിക്കകത്ത്. ആ, ഇല്ലെങ്കിൽ ഇപ്പം പുഴുങ്ങി കഴിക്കേണ്ടി വന്നേനെ. അപ്പോൾ നമ്മൾ ഈ ട്രിപ്പിന് സൈഡിൽ എഴുതിയിട്ടുണ്ട് കേരളം ടു മേഘാലയ. ഇനിയിപ്പോൾ ഓരോ ട്രിപ്പിനും സൈഡിൽ ഇതുപോലെ സ്റ്റിക്കർ അടിച്ച് പോകാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. പറ്റുന്ന സമയങ്ങളിലൊക്കെ. പെട്ടെന്ന് വല്ലതാണെങ്കിൽ ഇത് നടക്കുകയില്ല. വഴിയിൽ നിന്ന് സ്റ്റിക്കർ അടിച്ചാൽ അത്ര ഒരു സുഖമാകുകയില്ല. അതും ഹൈവേലൊന്നും ഇല്ലല്ലോ, ഉള്ളിലോട്ടൊക്കെ കയറി പോകണം. ആ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തന്നെയാണ് ഒട്ടിച്ചേ, കട്ട് ചെയ്ത് മേടിച്ചോണ്ട് വന്നു. അതിൻ്റെതായ പ്രശ്നം ഉണ്ടായിരുന്നു. ചിക്കൻ കറി വെക്കാനുള്ള ആദ്യമായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ, കൂട്ടൊക്കെ നമ്മുടെ മെയിൻ കുക്ക് അവിടെ ഇരുന്ന് എടുക്കുന്നുണ്ട്. കൂട്ടൊന്നുമില്ല, പൊടികളൊന്നും എടുത്തു തരാൻ പറഞ്ഞേ ഉള്ളൂ, അത്രേ ഉള്ളൂ. കൂട്ടൊക്കെ ഞാൻ കൂട്ടിക്കോളാം. ഡ്രൈവർ ഇതെല്ലാം എന്നെ ഏൽപ്പിച്ചാ വിട്ടിരിക്കുന്നത്. മഞ്ഞപ്പൊടി എടുത്തു. മഞ്ഞപ്പൊടിയല്ല, മഞ്ഞൾപ്പൊടി. നിങ്ങളുടെ കൂടത്തിൽ കൂടിയ പിന്നെ മഞ്ഞപ്പൊടിയാന്നായി പോയെ. അല്ല, നീ എങ്ങനെ പറഞ്ഞോണ്ടിരുന്നേ? ഞാൻ ഈ പൊടിയുടെ പേരൊന്നും പറയാറില്ല. ഞാൻ അങ്ങനെ പറയാറില്ല. എന്തൊക്കെയാ വേണ്ടെന്ന് പറ. ആഹാ, സ്റ്റീൽ പാത്രം മേടിച്ചു. എന്നാന്നറിയോ, വെയിലിന്റെ ചൂട് കൂടിയപ്പോഴത്തേക്കും എഴുതി വെച്ചിട്ടുണ്ടോ? അല്ല, എന്നോട് കാണിച്ചായിരുന്നത് ഇതുണ്ടോ, തേയില നാടൻ സെറ്റപ്പ്. മറ്റേ എന്നാ പറഞ്ഞത്, മൺഭരണിയോ? മണ്ണല്ല, മൺഭരണിയല്ലോ. എന്നാ ക്ലേ ഭരണിയാ. ആ, അതിനകത്ത് എന്നാ? അത് ഉപ്പ്. ഉപ്പാണോ? ആഹാ, ഉപ്പ്. ഇത് മുളക് പൊടി. മഞ്ഞപ്പൊടി കിട്ടിയോ? ഉലുവ വേണോ? ഉലുവ വേണ്ട. മഞ്ഞൾപ്പൊടി, മല്ലി, മുളക്, പിന്നെ വേണ്ടേ? ചിക്കൻ മസാല. ആ, ശകലം ചിക്കൻ മസാല, ഉപ്പ്. വേണ്ട. അതിന് അതെ, ഗരം മസാല വേണമെന്നില്ല. ഇത് കുരുമുളക് പൊടി വേണേൽ ശകലം കിട്ടൂ. ആ, പുളി കൊടുത്താൽ ഇവൻ അതിപ്പോൾ കലക്കി കുടിക്കും. അല്ല, ഇതിനകത്ത് ഇതില്ല, കുരുമുളക് പൊടിയും ചിക്കൻ മസാല ഇല്ലല്ലോ. അത് കാണും, ഇല്ലാവരികയല്ല, എവിടെയെങ്കിലും കാണും. ശരിക്കേ നമ്മുടെ അവിടുത്തെ പോലെ അത്രയും ചൂടില്ല ഇങ്ങോട്ട്. ആവിയില്ല. എന്നാ ഇവിടെ നല്ല കാറ്റുണ്ട്, അതുകൊണ്ട് നമ്മുടെ അവിടെ ഇത്രയും കാറ്റില്ല. കാറ്റ് കുറവാ, പക്ഷെ കാറ്റിൻ്റെ തന്നെയല്ല, പ്ലെയിൻ സ്ഥലം ഉള്ളതുകൊണ്ട്. അത് തന്നെയല്ലേ നീ ആ വയനാടിൻ്റെ ഏകദേശം ആ ഒരു ലെവലിൽ തന്നെയല്ലേ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചെറിയ തണുപ്പേ ഉള്ളൂ, ചൂടില്ല. തണുപ്പില്ല, ചൂടുമില്ല. അതെ, അതുകൊണ്ട് ചെറിയൊരു ആശ്വാസം. ഇല്ലെങ്കിൽ ഇങ്ങനെ വെളിയിൽ വെച്ച് കുക്ക് ചെയ്യുമ്പം നമ്മുടെ അവിടെ ആണെങ്കിൽ നല്ല ചൂടും ആവുക. അതെ, കടുക് പൊട്ടുന്നില്ലല്ലോ. അതെ, ആ ചെരിഞ്ഞിരിക്കുന്നുണ്ടാ. പൊട്ടാത്തോ? അല്ല, ചട്ടി ചെരിഞ്ഞില്ലായിരിക്കുന്നത്, അതുകൊണ്ട് ശരിക്കും അങ്ങോട്ടേ ചൂടായില്ല. കടുകൊക്കെ പൊട്ടി തുടങ്ങി. നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളകൊക്കെ കഴുകി റെഡിയാക്കി എടുത്ത് വെച്ചിരുന്ന. കറിവേപ്പില കിട്ടിയോ? അവിടുന്ന് വീട്ടിൽ നിന്നാണോ? അല്ലല്ലേ, കരിവേപ്പില ഇവിടുന്ന് മേടിച്ച. കറിവേപ്പില കുറച്ച് ചെറുള്ളി ഇട്ട് കൊടുക്കാം. എന്നാൽ പിന്നെ മൊത്തം ചെറുള്ളി ആയിക്കോട്ടെ, അതായിരുന്നു നല്ലേ. ആഹാ, ഇതെല്ലാം പൊളിച്ച് അരിഞ്ഞ് വരണമെങ്കിൽ എന്ത് പണിയാ? ചുമ്മാ നടക്കുമോ? ചെറുള്ളി ഇട്ടാൽ ഇച്ചിരി ടേസ്റ്റ് ഉണ്ടാണ്. അതുണ്ടാവും. നീ ക്യാമറാമാൻ പറഞ്ഞിട്ട് കേട്ടില്ല എന്നുണ്ട്. നമുക്ക് ഇഞ്ചി ചതച്ചേക്കാം. ഇഞ്ചി ചതക്കണമെന്ന് ഞാൻ ഉണ്ടാക്കുന്ന രീതിക്ക് ഞാൻ പറഞ്ഞുള്ളൂ. ഇതിപ്പം രാജേഷിൻ്റെ കറിയാണ്, അപ്പം നിൻ്റെ ഐഡിയക്ക് വയ്ക്കുക, അത്രേ ഉള്ളൂ. ചതച്ചിടാറുണ്ട് ഞാൻ, പിന്നെ അന്നേരത്തെ ഐഡിയക്ക് അങ്ങ് അരിഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ചതച്ചാൽ ഇച്ചിരി നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതാ എൻ്റെ അഭിപ്രായം അത് തന്നെയാണ്. അതുകൊണ്ടല്ലേ ഇപ്പം ഇടിച്ച ചതച്ചേക്കാന്ന് വെച്ചത്. ചതക്കണം. അതുണ്ട്.
അടുത്ത ഇത് കഴിഞ്ഞ് നമ്മൾ പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തേക്കാം. ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചേർത്ത് അതൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമുക്ക് സബോളയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം, പെട്ടെന്ന് വന്ന് കിട്ടാൻ. ഇപ്പം ആവശ്യത്തിന് കേട്ടോ, ഇപ്പോൾ പാകത്തിന് അത് മതിയോ? അതുപോലെ സവോള എല്ലാം നല്ല വഴന്ന് വന്നിട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി ആവശ്യത്തിന്. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്. മല്ലിപ്പൊടി ആവശ്യത്തിന്. നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. നമുക്കേ ചിക്കൻ ഇട്ട് കൊടുക്കാം. അതിനകത്ത് വെള്ളം ഒഴിച്ചോ ശാലം? വെള്ളമല്ല അതെന്നാന്നോ, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച പാത്രത്തിലേ ഒരു ശാല വെള്ളം ഒഴിച്ച് അതിൻ്റെ സത്തെല്ലാം കൂടെ അങ്ങ് ഒന്നും കളയണ്ടെന്ന് വെച്ച് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അത് നല്ലപോലെ ഇളക്കി അതങ്ങ് പിടിപ്പിക്കും. അപ്പോൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചു. നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. വീണ്ടും കറിവേപ്പില കിട്ടല്ലേ? ശാല ഒഴിക്കുന്നുണ്ടോ? റൈസ് ജ്യൂസ് കുടിച്ചേക്കാൻ ശാലം. അതെ, കോഴി അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുക. അതെ, തിളച്ച് മറിയുന്നു. എന്നാ കഞ്ഞി വാർത്തേക്കാം. വാർത്ത് നേരത്തെ മേടിക്കല്ലേ? ഇല്ല, അതിനുള്ള വെള്ളം ഇല്ല. തിരിച്ചിടാൻ മേലായിരുന്നു. മതി, കുഴപ്പമില്ല. കറിയൊക്കെ റെഡിയായി. എടുത്ത് ചോറും എടുത്ത് ബോക്സിനകത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കഴിക്കുന്നില്ലേ? പോകുന്ന വഴിക്ക് കഴിക്കാം. സമയമായാലും 12 ആയതല്ലേ ഉള്ളൂ. നമുക്കൊരു 1:30-2 മണിയായിട്ട് കഴിച്ചാൽ പോലെ. മതി. അങ്ങോട്ട് വണ്ടി ഓടി നിൽക്കുമല്ലോ. വന്നാലേ എടുത്ത് വെച്ച് അടുക്കള പൂട്ടുക. അടുക്കള പൂട്ടി ഇപ്പോൾ അതൊക്കെ പോയേക്കാം. അതെ, ഇവിടെ കരിക്കുണ്ട്. ഏക്കലും ഇത്ര ഒരു കരിക്കൂടെ അടിച്ചിട്ട് പോയേക്കാം. കരിക്കടിച്ചേക്കാം. നമ്മുടെ അവിടെ പുഴുങ്ങുന്ന ചൂടല്ലേ? അതെ, ഇത് ഇവിടുത്തെ തന്നെ കരിക്കാന്ന് എനിക്ക് തോന്നുന്നു. അതെ, ഇവിടുത്തെ നാടൻ കരിക്ക്. സൂപ്പർ കരിക്ക കേട്ടോ, അല്ലേ? അടിപൊളി കരിക്ക. ഇവിടുത്തെ കരിക്കാന്നാ പറഞ്ഞത്, ലോക്കൽ. ആ വെള്ളത്തിന് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പൊ കഞ്ഞിയും കറിയും റെഡിയായി. ഇപ്പൊ പൊക്കോണ്ടിരുന്നാ മതി. അതെ, പൊക്കോണ്ടിരുന്നാ പോരല്ലേ, കുറച്ചുകൂടെ ഓടിയിട്ട് എവിടെയെങ്കിലും നിർത്തുക, എന്നാലേ കഴിക്കാൻ പറ്റുള്ളൂ. കഴിക്കണോ? പിന്നെ കഴിക്കണ്ടേ? കപ്പല് കരക്ക് അടുപ്പിക്കണ്ടേ? അല്ല, ഇപ്പം കരിക്ക് കഴിച്ചോണ്ടേ അത്യാവശ്യം വിശപ്പ് മാറിയില്ലേ? അതുകൊണ്ട് ഒരു 1 മണിക്കൂർ പോവായിരിക്കും അല്ലേ? 1 മണിക്കൂറാണല്ലോ. അരമണിക്കൂർ. നമ്മൾ ഇന്ന് വന്ന ഈ സ്ഥലം ഒരു അടിപൊളി റൂട്ടല്ലേ, നല്ല രസമുള്ള ഏരിയകൾ. അതെ, മടപ്പുര ഈ സ്ഥലം. മടപ്പുര എച്ച്.ഡി. കോട്ട താലൂക്ക്. കരിമ്പിൻ്റെ ഇലയാണോ? അതെ, കരിമ്പിൻ്റെ തണ്ട് വേസ്റ്റ്. ഇത് വല്ല കന്നുകാലികൾക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ വല്ല കാലിത്തീറ്റ കമ്പനിയോടോ ആയിരിക്കും. മേഘാലയയിലേക്കുള്ള യാത്രയുടെ കർണാടകയിലെ കാഴ്ചകളുമായിട്ട് നമുക്ക് നാളെ കാണാം.